വേടൻ ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. വേടനെതിരെ ഒരുപാട് യുവതികൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരികയാണ്. വേടൻ അതോടൊപ്പം തന്നെ വേടൻ്റെ ഒരു വളരെ ലൈംഗിക വൈകൃതങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പം വേടൻ ഈ പറഞ്ഞതുപോലെ ആദ്യം ഇത്തരത്തിൽ കഞ്ചാവുമായി പിടിയിലാകുമ്പോഴാണ് കേരളീയ പൊതുസമൂഹം മുഴുവൻ വേടനെ അറിയുന്നത്. കുറേ പേർക്ക് മാത്രം അറിയാമായിരുന്നു വേടൻ. പിന്നീട് കേരളത്തിലൊരു തരംഗമായി മാറി. അദ്ദേഹം ആദ്യം ഇതിന് ശേഷം ഇറങ്ങിയ ആദ്യ പ്രോഗ്രാമിൽ തന്നെ വേടൻ വന്നിട്ട് പറയുന്നത് എൻ്റെ മോശം ശീലങ്ങൾ നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറയുന്നതൊക്കെ കേരളീയ സമൂഹം ഏറ്റെടുത്തു. അതോടൊപ്പം വേടനെ കാണാനായി വലിയ ജനസമൂഹം പല സ്ഥലങ്ങളിലും ഓടിയെത്തി. പക്ഷേ ഇപ്പോൾ വേടനെക്കുറിച്ച് കേൾക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള മോശമായ പരാമർശങ്ങളൊക്കെയാണ്. അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതോടൊപ്പം സർക്കാരും ഈ വിഷയത്തിൽ ഒരു വലിയ ഒരു നിലപാടുകൾ എടുക്കാൻ എന്തോ ഭയക്കുന്നത് പോലെ തോന്നുന്നു. ഒരു വോട്ട് ബാങ്കാണെന്ന് തോന്നുന്നു. സ്വാഭാവികമായും അതിനെ എങ്ങനെ നോക്കിക്കാണാം? ശരിക്കും ചെറിയ കലാകാരന്മാർ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി മരുന്നുകളോ ഒക്കെ ആയിട്ട് പിടിക്കപ്പെടാൻ ആഗ്രഹിക്കുമോയെന്ന് എനിക്ക് തോന്നുന്നു. വേടൻ്റെ പ്രശസ്തി കാണുമ്പോൾ വേടന് പിന്നെ ഒരു ദളിത് കാർഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലാണ് സർക്കാരും കാര്യങ്ങളുമൊക്കെ അധികം നടപടികൾ എടുക്കാറുണ്ട്. അതെ, വേടൻ്റെ ഈ പ്രവർത്തികളോടൊക്കെ എതിര് നിൽക്കുമ്പോഴും ഈ പെൺകുട്ടിയോട് ചെയ്തത് അനീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഹൈക്കോടതി വിധി വന്നതിൽ ഒരുപാട് ശരികളുണ്ട്. ആ ശരികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടു. അവൻ ദളിതനായതുകൊണ്ട് കോടതി അവനെ ജാമ്യം കൊടുത്തു, ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയാണ്, കോടതിക്ക് അത് കാണാൻ കണ്ണില്ല എന്നൊക്കെ ചോദിച്ചാൽ പോസ്റ്റ്. അതെ, ഇത് ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവർ എന്താണ് നിയമം, എന്താണ് അവസ്ഥ എന്ന് കാണുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഈ ഹൈക്കോടതി ഈ വേടൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞ അഭിപ്രായ പ്രകടനം കേട്ടോ. സ്നേഹബന്ധത്തിലായിരുന്നപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത്? അതാണ് കൃത്യമായ ചോദ്യം. ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന കേസ് എന്താണ്? പീഡിപ്പിച്ചു, എന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. എന്നാൽ ഇവർ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്ന കാലഘട്ടത്തിലുണ്ടായ ശാരീരിക ബന്ധം എങ്ങനെ പീഡനമാകും, എങ്ങനെ ബലാത്സംഗമാകും എന്ന് കോടതി ചോദിച്ചത് കൃത്യമായ ചോദ്യമല്ല. അതെ, ഇത് ഇവിടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പീഡന പരാതി കൊടുക്കുന്നവർക്ക് ഒരു ഗുണപാഠമാകേണ്ട കാര്യമാണ്. അതെ, ഇത് ഞാൻ ആ പെൺകുട്ടി ഡോക്ടറാണ്, അവളിങ്ങനെ മറ്റ് സിനിമാ നടിമാർ ചെയ്യുന്ന പോലുള്ള ചില വിക്രികളല്ല ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇനി ഒരാളുമായി പ്രണയത്തിലാകുമ്പോൾ നമ്മൾ ഈ ചാരിത്രം പാതിവൃത്യം എന്ന് പറയുന്ന ഒരു മോണോഗമി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവന്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്? വിവാഹശേഷം മതിയെന്ന് തീരുമാനിക്കാൻ ഈ പെൺകുട്ടി ആയിക്കൂടി. എത്ര പ്രണയബന്ധമാണെങ്കിലും എത്ര സ്നേഹബന്ധമാണെങ്കിലും എന്തിനു വേണ്ടി അവന്റെ കൂടെ കിടക്കണം? എല്ലാം വിവാഹം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ എന്തുകൊണ്ട് ഈ പെൺകുട്ടി കഴിയുന്നില്ല? അപ്പോൾ അവരുടെ മനസ്സ് തരളിതമാണ്. പ്രണയത്തിന്റെ മൂർധന്യത്തിലാണല്ലോ ഈ ലവ് മേക്കിംഗ് എന്നാണല്ലോ പറയുന്നത്, ശാരീരിക ബന്ധത്തിലേക്ക് വരുന്നത്. ഇവരൊന്നിച്ചൊരു ഫ്ലാറ്റിൽ ഒരു മുറിയിൽ കുറേ സമയം അടുത്തിടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമൂർച്ഛ സംഭവിക്കുന്നു. അതിൽ ഇവനോടൊപ്പം തന്നെ ആ പെൺകുട്ടിയും ഉത്തരവാദി തന്നെയാണ്. അതാണ് കോടതി നിരീക്ഷിച്ചത്. ഇനി ബിനുവിനറിയാമോ, ഈ മെട്രോ സിറ്റിയിലൊക്കെ ഉണ്ട്, ഇപ്പോൾ എറണാകുളത്ത് നിരന്തരമായി ഉണ്ട് ഹോമോസെക്ഷൽ, ഹോമോ അല്ല ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നതായിരിക്കും. അവൾക്ക് ഈ ഫ്ലാറ്റിന് വാടക കൊടുക്കണം, നിത്യ ചെലവ് ചെയ്യണം, ജോലിയിൽ നിന്ന് വലിയ ശമ്പളം ഉണ്ടാവില്ല. അതിനുവേണ്ടി 1 മാസത്തേക്ക് 2 മാസത്തേക്ക് ഒരു പാർട്ട്ണറെ കണ്ടത്, ലിവിങ് ടുഗദർ പോലെ. അതിൽ വളരെ ഷോർട്ട് പീരീഡാണ്. അവർ വാടക കൊടുക്കും അല്ലെങ്കിൽ പണം കൊടുക്കും, പണം മേടിച്ചു. പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെ. അവനും അവിടെ താമസിക്കാം. പുതിയൊരു സംഭവമാണ് ഹോമോസെക്ഷൽ. ഒരു സിനിമാ നടി കാക്കനാട് ഒരു ഫ്ലാറ്റിൽ ഈ ഹോമോസെക്ഷൽ 2 പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്. അവർക്ക് 2 പേർക്കും അറിയാം. അതിന് തമാശയ്ക്ക് പറഞ്ഞ ഒരാൾ റെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും, മറ്റൊരാൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഭക്ഷണം നിത്യച്ചെലവ് എല്ലാം നടത്തി കൊടുക്കും എന്ന് പറയും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എന്താണ് പറയുക, പ്രണയം അല്ലെങ്കിൽ പവിത്രമായ സ്നേഹം എന്നൊക്കെ പറഞ്ഞ്
നടക്കുന്നത്. ഇപ്പോൾ ഈ സ്പാ സെൻ്ററുകളിലും എല്ലാം ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. സ്പാ സെൻ്ററിൽ പിന്നെ കാശ് കൊടുത്ത് അപ്പോൾ വരുന്നതല്ലേ. അതെ. ഈ ബേഡൻ എന്ന് പറയുന്ന ആള് ഏകപത്നി വ്രതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അല്ല, വേടൻ വിവാഹിതനും അല്ലല്ലോ. വിവാഹിതനല്ല, ഒരു ഭാര്യ മതി എന്നല്ല, ഒരു പെണ്ണ് മതി എന്നല്ല. അതെ. അവൻ ഈ പെൺകുട്ടിയുമായിട്ട് പിണങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ മറ്റു പെൺകുട്ടികളുമായി ബന്ധപ്പെടാൻ ഇവള് സമ്മതിക്കുന്നില്ലെന്നാണ്. അത് വളരെ പരസ്യമായി പറയും. അങ്ങനെ ഒരുത്തനുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുക. ഇനി ആ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്ങനെയാണ്? നമ്മൾ ഏത് കാലഘട്ടത്തിലായാലും ഒരു പ്രണയത്തിലേക്കോ നല്ല സുഹൃത്ത് ബന്ധത്തിലേക്കോ പോകുന്നത് പല പല ഇൻസിഡൻസിലൂടെയാണ്. ആദ്യം കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാം, പിന്നീട് പല പല നാൾ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാണ് ഒരു പ്രണയബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു, പെട്ടെന്ന് പ്രണയമാകുന്നു, അവൻ ഫ്ലാറ്റിലേക്ക് വരുന്നു, വന്ന ദിവസം തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ അവിടെ ഈ പെൺകുട്ടി തന്നെയാണ് കുറ്റക്കാരി. അതെ. പിന്നെ വേടൻ പറയുന്ന ന്യായം ഉഭയസമ്മതപ്രകാരമാണ് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്നു. ഉഭയസമ്മതം എന്താണ്? നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം. ഉഭയസമ്മതം എന്ന് അവൻ മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റെ വക്കീല് പറയുന്നത്, രണ്ടുപേരും സമ്മതിച്ചിട്ടാണെന്നുള്ളത്. ആ സമ്മതം കൊടുത്തത് വിവാഹം കഴിക്കാമെന്നുള്ള ഉറപ്പം എന്ന് പറയുന്നു. ഇവൾ ഒരുപാട് പണമൊക്കെ അവന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, ഇവളൊരു ഡോക്ടറാണ്. ഇനി ഇവനെതിരെ ഈ പരാതി കൊടുത്തതും പീഡന പരാതി കൊടുത്തതെല്ലാം ഇവനോടുള്ള വൈരാഗ്യം കൊണ്ടാണ്, ശത്രുത കൊണ്ടാണ്. കാരണം ശരിക്കും പ്രണയിച്ചു. ആ പ്രണയിച്ചിട്ട് ഇട്ടിട്ട് പോയപ്പോഴുണ്ടായ ശത്രുതയാണ്. അതും കോടതിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആ പകയാണ് ഇവനെ എങ്ങനെയും അകത്താക്കണമെന്നുള്ള പക കൊണ്ടാണ്. അപ്പോൾ കോടതി വിധിയെ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ കേസിൽ ബേഡൻ ശിക്ഷിക്കപ്പെടില്ല. കാരണം ബേഡൻ അവളുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നൊരു കേസ് തെളിയിക്കപ്പെട്ടാൽ എങ്ങനെയാണ് ശിക്ഷിക്കുക? അതിന് ശിക്ഷയില്ലല്ലോ. ഒരു തവണ അല്ലല്ലോ, പലതവണ. രണ്ടാമത്, ഇനി പണം കൊടുത്തിട്ടാണ്, പണം മേടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കുറ്റക്കാർ, രണ്ടുപേരും ഈക്വലി കുറ്റക്കാർ. അപ്പോൾ അതുകൊണ്ട് ബേഡൻ ഈ കേസിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. ഇത് ഞാൻ പറയുന്നത് വെറുതെയോ കാര്യമായിട്ടോ കാലങ്ങൾക്ക് ശേഷം കേസ് കൊടുക്കാൻ പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ കാര്യം, പെൺകുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിവാഹം കഴിച്ചതിന് ശേഷം മാത്രം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അതുവരെയുള്ള ബന്ധം മതി എന്ന് പറയും. അതിന് താല്പര്യമില്ലാത്തവൻ പോട്ടെ. ഇത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്താണ് അവിടുത്തെ ഡേറ്റിംഗ് എന്ന് പറയുന്നത്? എല്ലാവരുടെയും വിചാരം ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവളും ഇവനുമായി പോയി സെക്സിൽ ഏർപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഉണ്ടാവാം, പക്ഷേ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ, പരിചയപ്പെടലിലൂടെ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല, ഈ വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുകയും എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ പൗരാണിക രീതികൾ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുക, ഇത് രണ്ടും കൂടി നടക്കത്തില്ല. അതുകൊണ്ട് കോടതി വിധിയെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കുക, ബേഡൻ ഈ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഒപ്പം തെറ്റുകാരി ആ ഡോക്ടർ പെൺകുട്ടിയുമാണ്.